ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണ അത്രയും സ്വീറ്റ് ആയിട്ട് എല്ലാരോടും പെരുമാറിയിരുന്നേ. ഓ, കളരിക്കക്കാരുടെ മനസ്സിൽ മാത്രമല്ല, മമ്മിയുടെ മനസ്സിലും അവിടെ തന്നെയാ അല്ലേ? ഞാനാ തെറ്റിയത്. മമ്മിയോട് പറഞ്ഞ് ഈ നാട്ടിൽ നമ്മളെ ഓടിക്കുന്നതിന് പകരം കൊന്നു കളയണായിരുന്നു. ആദ്യമായിട്ട് ഞാനുണ്ടാക്കിയ ഭക്ഷണത്തിന് ഇത്രയും സ്വാദുണ്ടെന്ന് മനസ്സിലായത്. ഈ അമ്മമാര് വലിയ സംഭവമല്ലേ കൃഷ്ണേ? അവരുടെ കൈ കൊണ്ട് കിട്ടുമ്പോ അതിന് പ്രത്യേക ടേസ്റ്റാ. മതി മതി, കഴിച്ചു തീർക്കാൻ നോക്ക്. സർ, എന്താ? നേരത്തെ ഫയലുകൾ ചോദിച്ചിരുന്നു. ഓ, ഏത് ഫയലാ തന്നോട് ഞാൻ പറഞ്ഞിരുന്നത്? സ്റ്റേഡിയം നവീകരണത്തിന്റെ അത് തന്നെയാണ് സർ ഇത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കേൾക്കാൻ പോലും പറ്റത്തില്ലല്ലേ? എന്തു പറ്റി സർ? ഫയല് ഞാൻ ചെക്ക് ചെയ്താണല്ലോ. സ്റ്റേഡിയത്തിന്റെ ഫയലല്ല, മുനിസിപ്പാലിറ്റി ഏരിയയിൽ നടക്കുന്ന കൺസ്ട്രക്ഷന്റെ ഫയലാണ് ഞാൻ ചോദിച്ചത്. സാർ എന്നോട് പറഞ്ഞത് സ്റ്റേഡിയത്തിന്റെ ഫയലാണെന്നാ. എനിക്ക് മാറിയിട്ടില്ല സർ. താൻ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? സർ, എന്റെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോ കണ്ണും കയ്യും കാതും ഒക്കെ ഷാർപ്പായിരിക്കണം. അല്ലെങ്കിൽ ഒരു റിസൈൻ ലെറ്റർ എഴുതി എന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് പോവാൻ നോക്ക്. അല്ലാതൊരു കാര്യം ചെയ്യുന്നതിനിടയ്ക്ക് താൻ ചെയ്യുന്നതാണ് ശരിയെന്ന് എന്റെ അടുത്ത് തർക്കിക്കല്ല വേണ്ടത്. മനസ്സിലായോ മാണിക്കുഞ്ഞെ? എടോ, ഇതേപോലത്തെ ജോലിക്കാരെ അല്ല ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ വേറെന്തൊക്കെ ചെയ്തു കൂട്ടി മുന്നിൽ വന്ന് വിനയം നടിച്ച് നിൽക്കും. ബ്ലഡി റെസ്പോൺസിബിൾ ഫെലോസ്. ഗെറ്റ് ഔട്ട്. അതൊന്നും എടുത്ത് കൊണ്ടുപോകാൻ മാണിക്കുഞ്ഞെ. എനിക്കൊരു ഫയലും കാണണ്ട, ഒരു മനുഷ്യനെ കാണണ്ട. സാറ് പറഞ്ഞ ആ ഫയൽ തന്നെയാ. എന്താണോ ഉണ്ടായത്? സാർ എന്നോട് സ്റ്റേഡിയത്തിന്റെ ഫയല് ചോദിച്ചു. ഞാൻ അത് തന്നെ കൊണ്ടുപോയി കൊടുത്തത്. ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് സാർ ദേഷ്യപ്പെടുമായിരുന്നു. സാറിന് ഇത് എന്തു പറ്റി? ഇന്ന് രാവിലെ വന്നപ്പോ തൊട്ട് സാറ് മൂഡ് ഓഫ് ആണല്ലോ. ശരി ശരി, നിങ്ങളെല്ലാരും സീറ്റിലേക്ക് പോകോളൂ. ദാ കാര്യം എന്താണെന്ന് ഞാൻ നോക്കിക്കോളാം. ചെല്. ശരി സാർ. എന്താ മണിക്കുഞ്ഞെ? സാറിവിടെ വല്ലാത്ത ഇറിറ്റേഷനില്ല. സ്റ്റാഫിനോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് തട്ടിക്കേറുവോ. എന്നെ പോലും ക്യാബിൽ നിൽക്കാൻ സമ്മതിച്ചില്ല. സാറിങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം കാണും. ഉണ്ട് മണിക്കുഞ്ഞെ, നവീനും ഗാഥയും തമ്മില് രാവിലെ ഒരു പ്രശ്നം ഉണ്ടായി. ഓ, എന്താ അമ്മ ഇത്? ഇങ്ങനെ ആയാല് നവീൻ സാറിന്റെ കാര്യം എന്താവും? എനിക്കറിയില്ല മണിക്കുഞ്ഞെ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ എല്ലാം മുടങ്ങും. അവരുടെ ജീവിതം നന്നാവോന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് എന്റെ മോനൊരു സ്വസ്ഥത കിട്ടുന്നില്ലല്ലോ. അമ്മേ, മാണിക്കുഞ്ഞ് എവിടെയും പോകരുത്. നവീന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇനി അവനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ശ്രമിക്കണം. ശരി അമ്മേ, ഞാനിവിടെ സാറിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ശരി ശരി. ഈശ്വര കാത്തോളണേ. കുറച്ചു കഴിഞ്ഞിട്ട് മാഡത്തിനെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ കാര്യം പറഞ്ഞേക്കാം. നാളെയില്ലേ പ്രോഗ്രാം? അപ്പൊ അത് മതി. ഗാഥ മാഡം എപ്പോ വന്നു? വന്നിട്ടെന്താ ആരെയും വിളിക്കാതിരുന്നേ? മാഡം, എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾ പരിഹരിച്ചു തരുമോ? എന്താ മോളെ നീ അവിടുന്ന് പോന്നേ? ഞാൻ എവിടുന്ന് പോന്നെങ്കിലേ അതിന്റെ കാരണം അവളാ, ആ കൃഷ്ണ. അത് കഴിഞ്ഞതല്ലേ, പിന്നെന്തിനാ അതിനെപ്പറ്റി സംസാരിക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ മറന്നുപോയോ? എല്ലാം എനിക്ക് മനസ്സിലായെന്നാണല്ലോ അപ്പൊ പറഞ്ഞത്. ഞാൻ എങ്ങനെയാ നവീന്റെ മനസ്സിലേക്കും ആ കുടുംബത്തിലേക്കും കയറി ചെല്ലുന്നത്? എല്ലാവരുടെ മനസ്സിലും അവളാ നിറഞ്ഞു നിൽക്കുന്ന. ആരെന്ത് പറഞ്ഞാലും പഴയ ഗാഥ, പഴയ ഗാഥ. എല്ലാവർക്കും അവള് മതി, ഒരാൾക്കും ഈ എന്നെ വേണ്ട. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ മോളെ? കൃഷ്ണ അത്രയും സ്വീറ്റ് ആയിട്ട് എല്ലാവരോടും പെരുമാറിയിരുന്നേ. ഓ, കളരിക്കക്കാരുടെ മനസ്സിൽ മാത്രമല്ല, മമ്മിയുടെ മനസ്സിലും അവള് തന്നെയാ അല്ലേ? ഞാനാ തെറ്റിയത്. മമ്മിയോട് പറഞ്ഞ് ഈ നാട്ടിൽ നമ്മളെ ഓടിക്കുന്നതിന് പകരം കൊന്നു കളയണായിരുന്നു. എന്താ മമ്മി തല്ല തരുന്നേ? മമ്മി എന്നെ തല്ല കയ്യൂങ്ങി, അതും അവളെ പറ്റി പറഞ്ഞപ്പോ. കൊള്ളാം മമ്മി, ഇപ്പൊ എന്റെ സംശയം പൂർണ്ണായി. എന്നെക്കാളും എന്റെ മമ്മിയുടെ മനസ്സില് അവൾക്ക് സ്ഥാനമുണ്ട്. മോളെ പിന്നെ എന്തിനാ എന്നെ ബാക്കി വെച്ചിരിക്കുന്നെ? എന്നെ അങ്ങ് കഴുത്ത് ഞെരിച്ച് കൊല്ല്. കൊല്ലാൻ പറഞ്ഞില്ലേ? കൊല്ല്, എന്നെ കൊല്ലാൻ. എല്ലാരും കൂടെ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം മമ്മി എന്നെ കൊല്ലുന്നത് തന്നെയാ നല്ലത്. കളരിക്കല് സർപ്പശാപം തീർന്നെങ്കിലും അവിടെ കയറി ചെല്ലുന്ന പെൺകുട്ടികളുടെ മരണം അവസാനിച്ചിട്ടില്ല. അതിൽ ഞാനും പെടട്ടെ. പക്ഷെ പാമ്പ് കൊത്തിയടിക്കില്ല എന്റെ മരണം. എല്ലാരും കൂടെ വെറുപ്പിന്റെ വിഷം കുത്തിവെച്ച് എന്നെ കൊല്ലും. അതില് അവിടെയുള്ളവരും കണക്കാ, ഇവിടെയുള്ള എന്റെ മമ്മിയും കണക്കാ. മോളെ വേണ്ട, കുറച്ചു നേരം മനസമാധാനത്തോടു കൂടെ മമ്മിയുടെ അടുത്തിരിക്കാൻ കരുതി വന്നതാ ഞാൻ. പക്ഷെ ഇവിടെ നിന്നാലേ എനിക്കിത് കിട്ടില്ല. കൃഷ്ണയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളോട്, അവളെ മോളെ പോലെ കരുതുന്ന ഒരാളോട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ പോവാ. പക്ഷെ ഒന്നോർത്തോ മമ്മി, മമ്മിയുടെ മനസ്സിൽ എന്റെ സ്ഥാനം നഷ്ടപ്പെട്ടാല് ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ അവൾ ഉണ്ടാവില്ല. അവളെ ഞാൻ തീർത്തിരിക്കും. ഗാഥ ശ്രീനിവാസ പറയുന്നത്. മാം, ഗാഥ മാഡത്തെ എങ്ങനെ വിട്ടാ? പോട്ടെ സിനി, എന്താന്ന് വെച്ചാ പോയി ചെയ്യട്ടെ. ഇതിനപ്പുറം ഒന്നും ഒരു മകൾക്കും വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. പണ്ടും അവളെങ്ങനെയാ വിലപ്പെട്ടതിന് നേരെ കൈനീട്ടും, വാങ്ങിക്കൊടുത്താ എറിഞ്ഞുടയ്ക്കും. നവീന്റെ കാര്യത്തിൽ അത് തന്നെയാ സംഭവിച്ചേ. ഞാനാ തെറ്റുകാരി. ഇത്രയ്ക്ക് സ്നേഹം കൊടുക്കാൻ പാടില്ലായിരുന്നു. ഭൂമിയിൽ ഒരാളെ ഇത്രയും സ്നേഹിക്കാൻ പാടില്ലായിരുന്നു.